ആകെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം എല്ലാം തുറന്ന് കാണുന്നത് ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന ന്യൂസസും കാര്യങ്ങളായിരിക്കും. എന്നാൽ പോലും നമ്മൾ അതിൽ തന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അൽഗോരിതം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് വരി വരിയായി വരികയും ചെയ്യും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൽ തന്നെ സ്ക്രോൾ ചെയ്ത് കൂടുതൽ സ്ട്രെസ് ആവുകയാണ് ചെയ്യാറുള്ളത്, അല്ലെ? ഇത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയാമോ? നമ്മുടെ ബ്രെയിൻ വയേർഡ് ചെയ്തിട്ടുള്ളത് തന്നെ ത്രെറ്റിനെ തിരിച്ചറിയുക എന്നതാണ്. അതായത് ഈ ത്രെറ്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് വരുമ്പോൾ കൂടുതൽ അതിലേക്ക് തന്നെ ചെല്ലുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ നെഗറ്റീവ് ഇമ്പാക്ട് തരുന്ന കാര്യങ്ങളിൽ തന്നെ തൂങ്ങിപ്പിടിച്ചു നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് നിങ്ങൾ തന്നെ ഒരു ബ്രേക്ക് എടുത്ത് പുറത്തു കടക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ആകെ ഡിപ്രസീവ് ആയിരിക്കുന്ന സമയത്ത്, ആകെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന സമയത്തെല്ലാം അതിനെ കൂടുതൽ എലിവേറ്റ് ചെയ്യുന്നതല്ലാത്ത തരത്തിലുള്ള സോങ്സ്, അതായത് നിങ്ങളുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സോങ്സിലേക്കും മറ്റുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളും സോങ്ങുകളൊക്കെ കേട്ടാൽ നിങ്ങൾ കൂടുതൽ ഡൗൺ ആവാനും സ്ട്രെസ് ആവാനും സാധ്യതയുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഇമോഷനെ ബ്രേക്ക് ചെയ്യുക എന്നതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം.